ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കനും ബീഫൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി, കൂടുതലായിട്ടൊന്നും ഇതിൽ ചേർക്കുന്നില്ല. നമ്മൾ സാധാരണയായി വീട്ടിൽ എപ്പോഴും ഉണ്ടാവാറുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കന് ആദ്യം ഒന്ന് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 വലിയ ഉള്ളിയും, അതായത് സവാള, അതുപോലെ തന്നെ 2 തക്കാളി, ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 6-7 പച്ചമുളക്, ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഉള്ളി നീളത്തിലാണ് അരിയേണ്ടത്, അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞെടുക്കണം, പിന്നെ ഇഞ്ചി ഒന്ന് ചാച്ചെടുക്കണം. പച്ചമുളക് നെടുകെ കീറിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. 6-7 പച്ചമുളക് വേണം കേട്ടോ, എങ്കിലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഒരു 4 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് പച്ചമുളക് കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം. പിന്നെ എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ കുറക്കാം, പക്ഷേ നമ്മൾ വേറെ ഒരു മസാലകൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. 6-7 പച്ചമുളകൊന്നും എരിവേ ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം എല്ലാതും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിലോ 2 വിസിലോ മതിയാവും കേട്ടോ. 2 വിസിൽ കൂടുതൽ വേണ്ടിയുള്ള ചിക്കനല്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അതുകൊണ്ട് 2 വിസിൽ മാക്സിമം മതിയാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിസിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. നമ്മൾ വേവിച്ച സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ കഴുകിയ സമയത്തുള്ള വെള്ളം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇത് ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ, അങ്ങനെയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഒരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ അത്രയും മതിയാവും. 1/2 കിലോ ചിക്കനല്ലേ ഉള്ളൂ. അപ്പം ഒരു 1.5 ടീസ്പൂണിൻ്റെ ആവശ്യമൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബീഫ് സ്റ്റൂ ഉണ്ടാക്കാം. ബീഫ് സ്റ്റൂ ആണ് കേട്ടോ അതിലേറെ ടേസ്റ്റ് ഉണ്ടാവുക. അത് നമ്മൾ വിറകടുപ്പിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ബീഫ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കനും ഒട്ടും മോശമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ചിക്കനിലേറെ ഒന്നുകൂടി ഒരു പടി മുന്നിലെന്ന് പറഞ്ഞാൽ ബീഫ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണയായി ഇവിടെ ഉണ്ടാക്കുന്നതാണ്, വലിയമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. വലിയമ്മ പണ്ട് മുതലേ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്